ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവസാന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഇത്രയും പൂജകളൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്, വേറൊന്നുമല്ല. അപ്പോൾ അവസാന ദിവസമായിട്ട് ഇതാണ് നമ്മുടെ ദേവീൻ്റെ ലുക്ക്. മൊത്തത്തിൽ സിൽവറിലങ്ങ് വിഭൂഷിതയായി ഇരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദേവി മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഓവർ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും പൂജയിലോട്ട് പോവാം. പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ശ്രീകോവിലെ പൂജ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു മുളപ്പാരിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ദാറ്റ് മീൻസ് ഒരു പയർ മുളപ്പിക്കണത്. അത് പൂജാരിയുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് അവിടെ പോയിട്ട് എടുക്കണം. വെറുതെ അങ്ങ് എടുത്താൽ പോരാ. നമ്മൾ ഈ താലൊക്കെ ഇട്ടാണ് പോണത്. അവിടെ പോയി മുളപ്പാരി മഞ്ഞളും കുങ്കുമം കൊണ്ട് പൂജിച്ചിട്ടൊക്കെ വേണം എടുക്കാൻ. അങ്ങനെ വെറുതെ ഒന്നും എടുക്കാൻ പാടില്ല. ഇത് കാണാൻ നല്ല രസമല്ലേ? ഇത് പയർ മുളച്ചത് കാണാൻ നല്ല രസമല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഹൈറ്റ് ഉള്ളതുണ്ട്. അപ്പോൾ ഹൈറ്റ് കൂടിയത് നമ്മൾ റിബൺ കൊണ്ട്, അതായത് ചെരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി റിബൺ കൊണ്ട് കെട്ടിവെച്ചതാണ്. അതിൻ്റെ ഇടയിൽ ലൈറ്റ് പണി തന്നു ഗൈസ്, സോറി. ഓക്കെ ഈശ്വര. ഓക്കെ, അപ്പോൾ അത് പൂജിച്ച് നമ്മളത് ഈ 9 ദിവസം ഇരിക്കുന്ന കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കണം. അത് നമുക്ക് കുട്ടികൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയവർക്ക് അത് എടുക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുള്ളത് കൊണ്ട് ഞാനാണ് ഒരെണ്ണം എടുത്തത്. എൻ്റേത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അയ്യോ, ഐ ആം വെരി എക്സൈറ്റഡ് ആയിരുന്നു. ദെൻ ഇത് എടുത്ത് നമ്മൾ റിട്ടേൺ നടക്കാൻ പാടില്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്ന്, അതായത് ഒരു റൗണ്ട്, ഒരു വീതി നമ്മൾ ചുറ്റി നേരെ ശ്രീകോവിലെത്തണം, അമ്പലത്തിലെത്തണം. അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ, കുറേയൊന്നും നടക്കാനില്ല, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചുറ്റി നമ്മൾ ശ്രീകോവിലെത്തി. അവിടുന്ന് നമ്മളത് പൂജിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ കയറുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് 2 എണ്ണം എടുത്തിട്ട്, ഇതിൽ 9 എണ്ണമല്ല 12 മുളപ്പാരി ഉണ്ട്. ഇതിൽ 2 എണ്ണം എടുത്ത് നമുക്ക് ദേവിക്ക് അർപ്പിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു അമ്പലത്തിൻ്റെ നടുവിൽ വെച്ച് നമ്മൾ ചുറ്റും സ്ത്രീകൾ നിന്നിട്ട് കുമ്മി അടിക്കണം. അത് 9 ദിവസത്തെ കുമ്മിയുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്ത വർഷം ദാരിദ്ര്യവും കഷ്ടപ്പാടില്ലാതെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഈ വർഷം നടത്തുന്ന പൂജയാണ് ഈ മുളപ്പാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ 9 ദിവസം മുളപ്പാരിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആരാണോ അവരല്ലാതെ ഈ മുളപ്പാരി കാണാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് തന്നനാദിടം 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 തന്നാനേ തന്നനാദിടം തന്നാനേ തന്നനാദിടം 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 തന്നാനേ തന്നനാദിടം തന്നാനേ. അപ്പോൾ കുമ്മിയുടെ ഇത്രയല്ല, കുറേ ഉണ്ട്. ഒരു പാട്ട് ഫുള്ളുണ്ട്. നമുക്ക് അത്ര ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഷോർട്ടാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവിക്ക് 2 എണ്ണം അർപ്പിച്ചു. ബാക്കിയുള്ള 9 മുളപ്പാരി അവിടെ നിരത്തി വെച്ചു. ഇനി അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഈ 9 കുട്ടികൾക്കുള്ള പൂജ ഓരോ ദിവസം ഓരോ കുട്ടിക്കായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ എല്ലാവർക്കും കൂടി ഒന്നിച്ചാണ് ഇനി പൂജയുള്ളത്. അപ്പോൾ നമുക്കിനി പൂജയ്ക്കുള്ള ചടങ്ങ് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ 9 കുട്ടികളുണ്ടല്ലോ, അവരെ ഒരു സൈഡിലങ്ങ് ഇരുത്തി അവരുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ മഞ്ഞളും കുങ്കുമം വയ്ക്കും. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 9 ദേവിമാരാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരം പൂജയാണ്. അതായത് 9 ദിവസം നവരാത്രി 9 ദിവസം 9 ദേവിമാർക്കുള്ള പൂജയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്ക് എന്താണോ ഇഷ്ടം, ഈ കുഞ്ഞു മക്കൾ ദൈവമാണെന്നല്ലേ പറയുക. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നാണ്. അതായത് കുഞ്ഞു മക്കൾക്ക് ഇപ്പോൾ പേന, പെൻസിൽ, പുസ്തകങ്ങൾ, മൈലാഞ്ചി, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങൾ, ഇതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ അത് അവർക്ക് നമ്മൾ കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ആചാരം. അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും, അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രായമല്ലല്ലോ, ഒരു 3.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോൾ അവിടെ ഇരിക്കുന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ മോളും തൊട്ടപ്പുറത്തിരിക്കുന്ന മോളും മാത്രമായിരുന്നു ഏറ്റവും ചെറുത്. അപ്പോൾ ആ കുട്ടി നല്ല കരയുന്നുണ്ട്.
പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾ എന്തോ എനിക്കറിയത്തില്ല, അവൾക്ക് ഞാൻ ആദ്യമേ ആ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തോണ്ടാ തോന്നുന്നു അവൾ കുറച്ച് നേരം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവിടെ ഇരുന്നു. അയ്യോ, എന്തായാലും ദൈവം കാത്തും. പിന്നെ തമിഴ്നാട് കൾച്ചർ പ്രകാരം ദേവിക്ക് മഞ്ഞളും കുങ്കുമവും ഒക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നത്. ഇതിനെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അതേപോലെ ഈ 9 ദിവസത്തെ ദുർഗാദേവിയായിട്ടാണ് ഈ 9 കുട്ടികളെ കരുതപ്പെടുന്നത്. അപ്പോൾ ദേവിക്ക് നമ്മൾ എങ്ങനെയാണോ പൂജ ചെയ്യുന്നത് അതുപോലെ ഈ കുട്ടികൾക്കും ഈ നവരാത്രി ദിവസങ്ങളിൽ പൂജ ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ കാലിലും മുഖത്തും കയ്യിലൊക്കെ നമ്മൾ മഞ്ഞൾ തേച്ച് വിടുന്നത്. അതേപോലെ ഈ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്ത പോലെ തന്നെയാണ് മുതിർന്ന ഒരു 9 സ്ത്രീകൾക്കും ഇതേപോലെ തന്നെ കാലിലും കയ്യിലും മുഖത്തൊക്കെ മഞ്ഞൾ തേച്ച് കുങ്കുമം വെക്കണം എന്നാണ് ആചാരം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പൂജാരി പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഓക്കെ, എനിക്ക് അവരുടെ തമിഴൊക്കെ എനിക്ക് അത്ര വലിയ വശമല്ല, എന്നാലും കുറച്ചൊക്കെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ തമിഴ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഞാനിതിൽ അത് കട്ട് ചെയ്യാതെ ഞാനിതിൽ ആഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും പൂജ ചെയ്ത പോലെ തന്നെയാണ് ഈ ചെറിയ ആൺകുട്ടികൾക്കും, ഏതൊക്കെ കുഞ്ഞു ആൺകുട്ടികളുണ്ടോ അവർക്കും നമ്മളിതിൽ പൂജ ചെയ്യുന്നുണ്ട്, അവരെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതെന്താണ് കേൾക്കാം. கன்னியா பூஜைனா வயதுக்கு வராத குழந்தைங்க கன்னியாவாக நினச்சி 9 துர்காவாக பாவிச்சா 9 குழந்தைங்களை நம்ம பூஜை பண்ணுறோம். அதே போல் 9 சுமங்கலிங்க மூத்த சுமங்கலின்னு சொல்லுவாங்க சுவாசினிங்க. எடுத்துனா பைரம்பேட்டி பார்த்தலாம், அவங்களுக்கு மூத்த சுமங்கலி அவங்களுக்கு பூஜை. அதுக்கடுத்து பைரவர்னு சொல்லக்கூடிய அஷ்டபைரவர்னு சொல்லக்கூடிய வடிவ பூஜைன்னு சொல்லக்கூடிய பசங்களுக்கு இதெல்லாம் எப்போ தெரியுமா பண்ணுவாங்க? சண்டி ஹோமம் இருக்கிறது, பிரியா ஹோமம், சண்டி ஹோமத்தில் அதெல்லாம் பண்ணுவாங்க. ஆனால் நம்ம ஆலயத்தில் அம்பாள் மகிஷாசுர மத்திய அவதாரம் எடுக்கும்போது இத்தனை பூஜை பண்ணுறோம். ஏன் பண்ணுறோம் சொல்லுங்க, ஏன் பண்ணுறோம்? இயற்கை சுமங்கலியா இருக்கணும். அந்த குழந்தைங்க 9 குழந்தை தெய்வமா இந்த இடத்துல நம்மளுக்கு ஆசீர்வாதம் பண்ணி, ஏன்னா குழந்தை தெய்வம் ஒன்றுன்னு சொல்லுவாளையா, பெரியவர்களுக்கு குழந்தையும் தெய்வம் ஒன்று. இந்த இடத்துல அந்த குழந்தைங்க தெய்வமா ஆவாகனம் பண்ணி அந்த குழந்தைங்க நம்ம ஆசீர்வாதம் நமக்கு என்ன கிடைக்கும்? அம்பாலே நம்ம ஆசீர்வாதம் பண்ணுற பலன் கிடைக்கும். இப்போ நவதுர்கான்னு சொல்லக்கூடிய 9 துர்கை இந்த குழந்தைங்களை மேலே ஆவாகனம் பண்ணி அவங்க அம்பாளுக்கு என்னென்ன உபச்சார பூஜைகள் பண்ணுவோம் அத்தனையும் இந்த குழந்தைங்களுக்கு பண்ணி அவங்க குழந்தைக்கு என்ன கொடுத்தா திருப்தி அடைஞ்சு சந்தோஷப்படுவாங்களோ அதை குழந்தைங்களுக்கு பரிசாக கொடுத்து அவங்கள்ட்ட நம்ம எல்லாரும் ஆசீர்வாதம் வாங்க போகிறோம். அதே போல் சுமங்கலிக்கும் சரி, அஷ்டபைரவர்னு சொல்லக்கூடிய பைரவர்களுக்கும் சரி. சரிங்களா? நம்ம என்ன பண்ணுறோம்னு இந்த மசாலா காது கொடுத்து கேளுங்க, பாருங்க. சரிங்களா? தயவுசெய்து பேச வேண்டாம். பூஜை முடிஞ்சோடனேவோ பூஜை முடிஞ்சதுக்கப்புறம் அம்பாள் புறப்பாடு நடக்கும். முடிஞ்சுக்கலாம் உள்ள வந்தவொடனே அம்பாளுக்கு மகாதீபா நடக்கும். வெற்றிவேல் முருகனுக்கு, மனவேல் முருகனுக்கு, அதிபரா சக்தி விரியமாரியம்பிகைக்கு, கோவிந்தராஜநாம சங்கீர்த்தனம். கோவிந்தா கோவிந்தா. தேவி மங்களம் மீனலோச்சனி, மங்களம் ராஜராஜாய, தேவதேவாய மங்களம், மங்களம் லோகநாதாய, கார்த்திகேயாய மங்களம், மகாம்பிகாய நமः. காமான்யஜலேன அஸ்திரேன சம்பிரோக்ஷ கவசமந்திரேன வதுன்ய ஓம் மகாதேவ்யை நமோ நமः. அஸ்திரதேவதா சுருபிண்யே நமः. இது ஆவாகமந்திரேன சமர்ப்பயாமி. ஓம் ஆதாரசஸ்திரே நமः, அனந்தாய நமः, தர்மாய நமः, ஞானாய நமः, ஐஸ்வர்யாய நமः, ரத்னாய நமः, ரத்னசோபரி. ஓம் கம் ஸ்ரீ மகா நவதுர்கா தேவி அம்பிகாசனாய நமः, நவதுர்கா தேவி அம்பிகா மூர்த்தயே நமः. இது தியானம்.
मूर्तये नमः चंडिकासनाय नमः चंडिका देवी मूर्तये नमः ओम गं मधुकैड देवतासनाय नमः मधुकैड देवता मूर्तये नमः ओम गं सिंहासन्ये नमः सिंहासदेवतायै नमः ओम धूमादेव्यासनाय नमः धूमादेवी मूर्तये नमः ओम गं श्री महानरसिंहासनाय नमः नरसिंहदेव मूर्तये नमः ओम गं बालाम्बिकासनाय नमः बालाम्बिका मूर्तये नमः ओम गं मधुकैड देवताय नमः मधुकैड देवमूर्तये नमः ओम वृत्तबीजाचनय देवतासनाय नमः वृत्तजीजाचनय देवता आदिलक्ष्मीम्बिकासनाय नमः धान्यलक्ष्मीम्बिकाय नमः धैर्यलक्ष्मीम्बिकाय नमः विद्यालक्ष्मीम्बिकाय नमः गृहलक्ष्मीम्बिकाय नमः सौभाग्यलक्ष्मीम्बिकाय नमः संतानलक्ष्मीम्बिकाय नमः ऐश्वर्यलक्ष्मीम्बिकाय नमः अष्टलक्ष्मी कुबेर महालक्ष्मीम्बिका मूर्तये नमो नमः पुष्पै अग्रातं समर्पयामि पुष्पै पूजके ओम गं महादेव्यम्बिकासनाय नमः ओम गं महादेव्यै नमो नमः अष्टभैरव देवता मूर्तये नमः अनुग्रह देवता वर प्रसाद वर सिद्धिरस्तु பொருள்களும் வேதமும் அருளி அங்கையர் கண்ணி தன்னோடு அமர்ந்த ஆலவாயாவதும் विगाय नमः देवार स्वतंत्रयां देवारं समर्पयामि देवता तमसिकलांड कोटि ब्रह्मांड नायकी श्रीमद्वजनी शुभवागिनी मगिरजोड़ संहारिणी अगार उगार ओंकार प्रणवाकार स्वरूपिणी श्री महामहिषासुरमर्दिनी देवी अंबिकाன அநேக தேவதாவள நமஸ்காரம் பண்ணி தலை குனிஞ்சிட்டாங்க 9 குழந்தைகளும் சுமங்கலிகளும் படுவிடுங்க நமக்கு அக்ஷர கூட நம்ம ஆசீர்வாதம் பண்ணுங்க தலை குனிஞ்சு அம்பாவை பிரார்த்தனை பண்ணிக்கங்க நீங்க ஆசீர்வாதம் பண்ற நேரம் வந்து கூட பக்தர்களும் சரி எல்லாருமே அம்பாளா நேரத்துல நமக்கு எல்லாம் ஆசீர்வாதம் பண்ணி தீர்க்க சுமங்கலியா അപ്പോൾ പൂജ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം മേടിക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഈ ഗിഫ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ പ്രതിരൂപമാണ് മക്കൾ. ഈ കുഞ്ഞു മക്കൾ ഭഗവാന്റെ പ്രതിരൂപമാണെന്നല്ലേ പറയുക, ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കുഞ്ഞു മക്കൾ സന്തോഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവിയും സന്തോഷിക്കും എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അങ്ങനെയാണ്, ഇവിടെ നിന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ മക്കൾ സന്തോഷിച്ച് കഴിഞ്ഞാൽ ദേവി അല്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുന്നതാണ് പറയുക. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് എല്ലാം നമ്മൾ അവർക്ക് മേടിച്ച് കൊടുക്കുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് മേടിച്ച് കൊടുക്കാം കേട്ടോ. ഇന്ന ആൾക്കേ മേടിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാം. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മൾ ഈ 9 ദേവിമാരാന്ന് പറഞ്ഞല്ലോ, ഈ 9 ദേവിമാരും നമ്മൾ അനുഗ്രഹിക്കും. ആരാണോ നമുക്ക് നല്ലത് ചെയ്യുന്നത് ആരാണോ അവരെല്ലാം നമ്മൾ ദേവി അനുഗ്രഹിക്കും. പിന്നെ കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ, നമുക്ക് അവർക്കും മേടിച്ച് കൊടുക്കുക. അത് കല്യാണം പ്രായത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മൈലാഞ്ചി ആയിട്ടോ അല്ലെങ്കിൽ ബുക്കായിട്ടോ ഒക്കെ നമുക്ക് അവർക്കും കൊടുക്കാം. പിന്നെ ഈ ദിവസങ്ങൾ അങ്ങനെ ആരും സങ്കടപ്പെട്ടിരിക്കുക പാടില്ല എന്നാണ് ദേവി പറയുക. പിന്നെ ഇതുകൊണ്ടൊന്നും നമ്മുടെ പൂജ ഇവിടെ കഴിയുന്നില്ല. ഇത് ഈ കുട്ടികൾക്കുള്ള പൂജ അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് ദേവിക്കുള്ള പൂജ ഉണ്ട്. ദേവിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊരുമക്കളെ കാണാൻ വേണ്ടിയിട്ട് ദേവി വിശേഷ ദിവസങ്ങളിൽ പുറത്ത് വരും. അതായത് നമ്മുടെ ഈ
ദേവിക്ക് നമ്മളെല്ലാം മക്കളാണ്. ഇത് നമ്മളെല്ലാവരും എന്താ പറയുക ഒരേപോലെയാണ്. എല്ലാവരും ഇന്ന വകഭേദങ്ങളോ അല്ലെങ്കിൽ വേർതിരിവില്ലാതെ എല്ലാവരും ദേവിക്ക് തുല്യരാണ്, മക്കളാണ്. അപ്പോൾ ഈ മക്കളുടെ കഷ്ടപ്പാടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ വിശേഷ ദിവസങ്ങളിൽ ദേവി പുറത്തിറങ്ങും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ മോൻ്റെ ഒക്കെ ചെവിയിൽ കണ്ടു 2 പൂ. ഇവിടെ പിന്നെ പൂവിൻ്റെ ഒരു അഭിഷേകമാണ്. പൂവാണ്, ഫുള്ള് പൂവ് കൊണ്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും പൂവില്ല. ഇവിടെ ഫുൾ പൂ, എന്ത് ഫംഗ്ഷൻ വന്നാലും പൂവാണ് മെയിനായിട്ടുള്ളത്. പൂവ്, മഞ്ഞൾ, കുങ്കുമം, അത് മെയിനാണ്. പിന്നെ ഇത് കണ്ടില്ലേ, അവർ ദേവിയാണ്. ആ ബാക്കിൽ നിൽക്കുന്ന ഈ അമ്മമാർക്ക് ദേവിമാരാണ്. ദേവികളുടെ പ്രതിരൂപമായിട്ടാണ് അവരെ സങ്കല്പിക്കുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹം എല്ലാവരും വന്ന് മേടിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.